ഹലോ മിച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കുറച്ച് രസമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഭയങ്കര ഹൊറർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കുറച്ചൊക്കെ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ത്രില്ലിൽ മുന്നോട്ട് പോകുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ തന്നെയാണ്. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കഥാനായികയുടെ അമ്മയുണ്ടല്ലോ, അവരുടെ ആ ഒരു വീട്ടിൽ വെച്ച് ഒരു പൈശാചികമായ കുട്ടിച്ചാത്തൻ ലെപ്രക്കോൺ സ്വർണ്ണ നാണയാണ് അതിന്റെ ആ ഒരു ആർത്തിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വർണ്ണ നാണയങ്ങൾ കിട്ടാൻ വേണ്ടി ഈ ഒരു പിശാച് കുട്ടിച്ചാത്തൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ 25 വർഷങ്ങൾക്ക് മുന്നേ കൊന്നു നശിപ്പിച്ചു കളഞ്ഞ ഈ ഒരു ശൈത്താനുണ്ടല്ലോ, ഒരു സമയമായപ്പോ പുറത്തേക്ക് വരികയാണ്. അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ കഥാനായികയും കഥാനായികയുടെ കൂട്ടുകാരികളും ഒരു പ്രൊജക്ടിന്റെ ആവശ്യത്തിനായിട്ട് നേരെ ഇതേ സ്ഥലത്തേക്ക് തന്നെ വന്നു പെടുന്നത്. അപ്പൊ അത്യാവശ്യം ഫണ്ണായിട്ട്, അതായത് കോമഡി ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും ഹൊററായിട്ടും കുറച്ച് സ്ലാഷർ മൂഡിലൊക്കെ പോകുന്ന ഒരു അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. എന്തായാലും സിനിമയിലേക്ക് നമുക്ക് നേരെ പോയാലോ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ സിനിമയുടെ പേരാണ് ലെപ്രക്കോൺ റിട്ടേൺസ്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ലെപ്രക്കോൺ, അതായത് ഒരു വിചിത്രമായ കൊള്ളനെ കാണിക്കുകയാണ്. വല്ലാത്തൊരു ഭീകരരൂപമാണ് അതിന്റെ ആ ഒരു മുഖത്തിന് തന്നെ കാണുമ്പോൾ പേടിയാവും. ഇതിന്റെ വായിലേക്ക് ഒരു പ്രത്യേകതരം ഇല, ഷാവറോക്ക് ലീവ്സ്, അതാണ് അതിനെ പറയുക. അപ്പൊ ഈ ഒരു ഇല എന്ന് പറഞ്ഞാൽ ലെപ്രക്കോൺ എന്ന ഈ കുട്ടിച്ചാത്തിന് ഭയങ്കര അലർജിയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ചെന്ന ഉടനെ തന്നെ ഇതിന്റെ ശരീരം പല കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോവാണ്. ഇവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാനായികയായിട്ടുള്ള ലൈലയെ കാണിക്കുകയാണ്. അപ്പൊ അവളുടെ സീറ്റിന്റെ പിറകിലൂടെ ആ ഒരു കുട്ടിച്ചാത്തിന്, അതായത് ലെപ്രക്കോൺ, അതാണ് അതിന്റെ പേര്, ഇത് വന്ന് എവിടെ എന്റെ സ്വർണം, അതെനിക്ക് തിരിച്ചു വന്നോന്ന് പെട്ടെന്ന് പറയുമ്പോൾ അവൾ അത് ഞെട്ടിപ്പോവാണ്. ലൈല ഇപ്പൊ ആ ഒരു ചെറിയ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അതായത് ലൈല എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ജോലി ആവശ്യത്തിനായിട്ട്. ഒരു പഴയ ഗ്രാമമാണ്, അതായത് വലിയ ഒരുപാട് ആൾക്കാരൊന്നും താമസിക്കാത്ത ഒരു ഒഴിഞ്ഞ ഗ്രാമം. എന്തായാലും അവിടുത്തെ ആ ഒരു സ്റ്റോപ്പ് വന്നപ്പോൾ അവൾ അവിടെ ഇറങ്ങുകയാണ്. എന്നിട്ട് ആ ഒരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. ആരും ഒരാളെ അവളുടെ കൂട്ടുകാരി വിളിക്കുകയാണ്, നീ എത്ര നേരമായി വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത്, ഞാൻ അവിടെ ആകെ പോസ്റ്റ് ആയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ലൈലയുടെ അടുത്തേക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, അല്ല എന്താ പ്രശ്നം, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? എന്നാൽ ലൈല വലിയ രീതിയിലൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ, വേണ്ടാന്ന് പറയണം. അപ്പൊ ഇയാൾ വീണ്ടും ചോദിക്കാണ്, നിങ്ങളെ പോലെയുള്ള കുറച്ച് പെൺകുട്ടികൾ അവിടെ ഒരു വീട്ടിൽ വന്നു നിൽക്കുന്നുണ്ട്, അങ്ങോട്ടേക്കാണോ പോകേണ്ടത്? ഇപ്പോഴും ലൈല വലിയ മൈൻഡ് ചെയ്തില്ല. അവള് ഫോൺ എടുത്തിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാണ്, ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു നമ്പർ കിട്ടി. നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ ദാണ്ടേ ഇപ്പൊ വന്ന ആ ഒരു ഫാറ്റ് ആയിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, ഇയാൾക്ക് തന്നെയാ കോള് പോകുന്നത്. ഇയാൾ ന്യായമായിട്ടും ചോദിച്ചതാണ്, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ എത്തിച്ചേരാന്ന്. പക്ഷെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട ഗ്രാമല്ലേ. പക്ഷെ അവള് പേടിച്ചതുപോലുള്ള ഒരു മനുഷ്യനൊന്നും അല്ലായിരുന്നു കേട്ടോ ഇയാളെ പരിചയപ്പെടുത്താണ് ഓസി. അങ്ങനെ ഓസിയും അതുപോലെ തന്നെ ലൈലയും കൂടിയിട്ട് നേരെ ആ ഒരു പറഞ്ഞ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ ഈ ഓസിയുടെ വാഹനത്തിന്റെ ഉൾഭാഗം കണ്ടോ, പല ഭാഗത്തായിട്ട് ഈ ഷാവറോക്ക് ലീവ്സ്, അതിന്റെ ആ ഒരു ചിത്രം തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും പോകുന്ന സമയത്ത് ഈ ഓസി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇതിന്റെ മുന്നേ ഇങ്ങോട്ടേക്ക് കണ്ടിട്ടുണ്ടോ? ലൈല പറയണ, ഈ അടുത്ത കാലത്തൊന്നും ഞാൻ വന്നിട്ടില്ല. അല്ല എങ്ങോട്ടേക്ക് പോകുന്നത്, അത് ആരുടെ ആ ഒരു വീട്, അവിടെ എന്താ പരിപാടി? അപ്പൊ ലൈല പറയാണ്, അത് എന്റെ അമ്മ താമസിച്ചൊരു പഴയ വീടാണ്, മാത്രമല്ല ഞങ്ങളുടെ കുറച്ച് സ്റ്റുഡൻസിന്റെ ഒരു പുതിയ പ്രൊജക്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ആവശ്യത്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതേ സമയത്ത് തന്നെ ലൈലയോട് ചോദിക്കുകയാണ്, അല്ല നിന്റെ അമ്മയുടെ വീടോ? അപ്പോ നീ ഡോറിയുടെ മകളാണോ? ആ ഞാൻ ഡോറിയുടെ മകളാണ്, എനിക്ക് അവളെ നന്നായിട്ട് അറിയാട്ടോ, ഞാനും അവളൊക്കെ ഭയങ്കര കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും ആ ഒരു വീടിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമത്തിനെ കുറിച്ചും പറഞ്ഞു ചോദിക്കുമ്പോൾ ലൈല പറയണ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ മരിച്ചുപോയ കാര്യം ലൈല പറയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ഇപ്പൊ ലൈല ചോദിക്കുമ്പോൾ മോളെ ഒന്നുമില്ല. അങ്ങനെ ഇവർ ആ ഒരു ഫോറസ്റ്റിന്റെ ഭാഗത്തുള്ള ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. എത്തിയ സമയത്തിന് യോസിയുടെ മുഖത്ത് ചെറിയൊരു ഭയം കാണുന്നുണ്ട്. മാത്രമല്ല അയാൾ നോക്കുന്നത് അവിടെ തന്നെയുള്ള ഒരു കിണറിന്റെ ഭാഗത്തേക്കാണ്. അപ്പൊ ഇങ്ങനെ നോട്ടത്തിന്റെ ഇടയ്ക്ക് ഡോറും തുറന്നു നിൽക്കുകയാണ്. ഇയാളുടെ ഫോൺ താഴേക്ക് വീണ് പോകുന്നുണ്ട്. എന്ന് ഓസി ഇത് ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും ഓസി ലൈലെ അവിടെ ഇറക്കി വിട്ടിട്ട് പോകാൻ നേരത്ത് പറയണം, മോളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട, അതുപോലെ തന്നെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ താഴെ ബേസ്മെന്റിലേക്ക് പോയിക്കോ. എന്തപ്പോ ഈ ഓസി ഇങ്ങനെ പറഞ്ഞ ഇതൊന്നും നമ്മുടെ ലൈലക്ക് ഇപ്പം മനസ്സിലാകുന്നില്ല. എന്തായാലും ഓസി ഇവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ലൈല ആ ഒരു കിണർ കാണുന്നുണ്ടല്ലോ, എന്താണെന്ന് അറിയാൻ വേണ്ടി ഇതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. പക്ഷെ അതിന്റെ അടുത്തേക്ക് അവൾ എത്തിയില്ല. അതിന് മുന്നേ തന്നെ അവളെ പിന്നാലെ വന്ന ഒരാൾ പേടിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ലൈലയുടെ തന്നെ കൂട്ടുകാരിയായിട്ടുള്ള കേറ്റായിരുന്നു. നേരത്തെ ഇവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ടീമിന്റെ ലീഡർ ആയിട്ടുള്ള റോസ് അങ്ങോട്ടേക്ക് വരികയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതും ഇതൊക്കെ ചെയ്തിട്ട് അവളെന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു എഞ്ചിനീയർ ആണ് ഈ റോസ്. മാത്രമല്ല ഇപ്പൊ ലൈല പറയണ, അല്ല ഇവിടെ ഇന്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഇതേ സമയത്ത് തന്നെ ഈ റോസ് പറയണ, പൊന്നു ലൈല ആദ്യം ഈ ഒരു സോളാർ നന്നാക്കണം, അത്യാവശ്യം കറണ്ടും കാര്യങ്ങളും എഴുതും കിട്ടുക നോക്കണം, എന്നിട്ടല്ലേ ഇന്റർനെറ്റും ബാക്കിയുള്ള കാര്യങ്ങളും. എന്തായാലും പിന്നീട് ഓരോരുത്തരുടെ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ഇവർ 4ാമത്തെ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മേരിയുടെ അടുത്ത്. അപ്പൊ ടീം ലീഡർ ആയിട്ടുള്ള റോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവള് ഇതെവിടെ പോയി കിടക്കാണ്, മര്യാദക്ക് വരൂല്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മേരിയുടെ അടുത്ത് അങ്ങോട്ടേക്ക് വരികയാണ്. കുറച്ച് അലമ്പായിട്ടുള്ള ലേഡിയാണ്. മാത്രമല്ല വരുന്ന സമയത്ത് തന്നെ 2 പയ്യന്മാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ കയ്യിലാണെങ്കിൽ ഈ ബിയറും വൈനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുത്തന്റെ പേര്, അതായത് ഈ മേരിയുടെ കൂടെ വന്ന ഒരുത്തന്റെ പേര് വില്യംസ്, മറ്റവന്റെ പേര് മാറ്റ് എന്നാ. അപ്പൊ ഇതെല്ലാം കണ്ട സമയത്ത് റോസ് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ജോലി ചെയ്യാനാണോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇപ്പൊ മേരിയുടെ അടുത്ത് പറയണത്, എന്തായാലും ജോലിയൊക്കെ നാളെ തുടങ്ങാം, ഇന്ന് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. ഇവളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്
ആറ്റിറ്റ്യൂഡ് പെരുമാറ്റം അതായത് മേരിടത്തിന്റെ നമ്മുടെ ലൈലയ്ക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമാകുന്നൊന്നുമില്ല. ഇപ്പോ നമ്മുടെ ലൈല ഇവിടെ ആക്കിയിട്ട് ഓസി എന്ന് പറഞ്ഞ ആൾ ഇവിടുന്ന് തിരിച്ചു പോയില്ലേ. ഇപ്പൊ ഈ ഓസി എന്തോ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ കീശയിൽ ഫോണില്ല. അപ്പൊ നേരത്തെ ഇറങ്ങിയ സമയത്ത് മിക്കവാറും അവിടെ തന്നെ വീണിട്ടുണ്ടാവും. ഓ അങ്ങോട്ടേക്ക് ഇനിയും തിരിച്ചു പോകണല്ലോ. വല്ലാത്തൊരു പേടി തന്നെ ഈ ഓസിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഫോൺ എടുക്കാതെ നിവർത്തിയില്ല, നേരെ അങ്ങോട്ടേക്ക് പോവാണ്, ഫോൺ എടുക്കാണ്. തിരിച്ചു പോകാൻ നേരത്ത് അവിടുത്തെ ആ ഒരു കിണറുണ്ടല്ലോ അങ്ങോട്ടേക്ക് തന്നെ ഓസി നോക്കുകയാണ്. എന്ന് ഇപ്രാവശ്യം പോയില്ല കേട്ടോ. ആ കിണറിന്റെ അടുത്തേക്ക് പോയി നോക്കാൻ തന്നെ വിചാരിക്കാൻ കാരണം എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ ഓസിക്ക് ആ ഒരു കിണറിന്റെ ഉള്ളിൽ വെച്ച് കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഒറ്റയ്ക്കല്ല പോകുന്നത്, കയ്യിലൊരു ഇലയും പിടിച്ചിട്ടുണ്ട്, ഷെവർലോക്ക് ലീവ്സ്, അത് തന്നെ. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഓസി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഈ കിണറിലേക്ക് എത്തി നോക്കിയപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു വല്ലാത്ത രീതിയിൽ വെള്ളം ഇയാളുടെ മുഖത്തേക്ക് തെറിക്കുകയാണ്. ഒരു പച്ച നിറത്തിലുള്ള വെള്ളം. അയ്യോ പേടിച്ച് ആ ഒരു പരിവായിട്ട് ഓസി പെട്ടെന്ന് തന്നെ ആ ഒരു ചെറിയ ട്രക്കിലേക്ക് കയറിയിട്ട് അവിടുന്ന് ഓടിച്ചു പോകണം കേട്ടോ. ആ പോകുന്ന സമയത്ത് ഇയാൾക്ക് വയറിൽ നിന്ന് വല്ലാത്ത ബുദ്ധിമുട്ടും വയറ്റത്തൊക്കെ എന്തോ ഉള്ളതുപോലെ ആകെ പെട്ടെന്ന് മനസ്സിലാക്കി ഈ ഓസി പെട്ടെന്ന് തന്നെ ഈ കാറിന്റെ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇയാളുടെ വയറ് കീറിക്കൊണ്ട് ആദ്യം ഒരു കൈ പുറത്തേക്ക് വരികയാണ്. ആ ഒരു കാഴ്ച മുഴുവനായിട്ടും കാണിക്കാൻ കഴിയില്ല, കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ യൂട്യൂബ് പണി വരും. ഓക്കെ, എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ പുറത്തേക്ക് വന്ന സാധനത്തിന്റെ കൈയാണ് ആദ്യം വന്നത്, പിന്നെ തല. ഈ തല പുറത്തേക്ക് വന്ന സമയത്തിന് ഹായ് ഡാഡി എന്ന് വിളിക്കുകയാണ്. കാരണം എന്താ, ഇയാളുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് ഡാഡി എന്ന് വിളിക്കുകയാണ്, അത്രമാത്രം. എന്തായാലും പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ജന്തു, ഇതിന്റെ പേരാണ് ലെപ്രക്കോൺ. ഇതിനെ നോക്കിയിട്ട് ഓസി ചോദിക്കുന്നുണ്ട്, അല്ലടാ നീ ചത്തില്ലേ, നിന്നെ ഞങ്ങൾ കൊന്നതല്ലേ 25 വർഷങ്ങൾക്ക് മുന്നേ. ഇതേ സമയത്ത് തന്നെ ലെപ്രക്കോൺ പറയാണ്, ആഹാ എന്നെ അങ്ങനെയൊന്നും കൊല്ലാൻ പറ്റത്തില്ലല്ലോ. ഇതും പറഞ്ഞ് ഓസിയുടെ വയറ് പൂർണ്ണമായിട്ടും കീറി പൊളിച്ചുകൊണ്ട് ഈ ലെപ്രക്കോൺ പുറത്തേക്ക് ചാടുകയാണ്. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ലെപ്രക്കോണിന്റെ കയ്യിൽ ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലെപ്രക്കോൺ ഇങ്ങനെ നോക്കിയിട്ട് പറയണു, ഒരുത്തനെ കൊന്നപ്പോ ഒന്നേ കിട്ടിയുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ പേരെ കൊല്ലേണ്ടി വരുമല്ലോ. എന്തായാലും അന്നേ ദിവസം രാത്രി ഈ മേരിടത്തും കൂട്ടുകാരും വന്നപ്പോൾ അത്യാവശ്യം വൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നല്ലേ, എല്ലാവരും അത് കുടിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഈ മേരിടത്ത് തന്നെ ചോദിക്കുകയാണ്, അല്ല ലൈല ഇത് നിന്റെ വീടല്ലേ, എന്താണ് ഇവിടുത്തെ ആ ഒരു പഴയ കഥയും കാര്യങ്ങളൊക്കെ. ലൈല ഇപ്പോൾ അവൾക്കറിയുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അവളുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇവിടെ എന്തൊക്കെയോ ബാധ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, എന്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ ചില മാനസികമായ പ്രശ്നങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എന്റെ അമ്മ മരിച്ചുപോയി, ക്യാൻസർ ആയിരുന്നു എന്നിങ്ങനെ കുറച്ച് വിഷമത്തിൽ പറയുന്ന സമയത്ത് അത് അതിൻ്റെതായ ആ ഒരു രീതിയിൽ എല്ലാവരും കാണണ്ടേ. എന്നാൽ ഈ മേരിടത്ത് പറയുന്നത്, ഹാ നിന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് തന്നെയാണ്, അല്ലാതെ പ്രേതവും ബോധമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ എന്താ നമ്മളെന്താ മണ്ടന്മാരാണ്. പറഞ്ഞല്ലോ, ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെതായ ആ ഒരു സെൻസിൽ എടുക്കാൻ പറ്റണം. അതിൻ്റെതായ ഒരു മാന്യതയുള്ള റീപ്ലേയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓൾറെഡി അവളുടെ അമ്മ മരിച്ചു പോയതല്ലേ, തീരെ ഇഷ്ടപ്പെട്ടില്ല മേരിടത്തിന്റെ ആ ഒരു മറുപടി അതിന്. എന്തായാലും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ലൈല ഇവളെ രാവിലെ ഡ്രോപ്പ് ചെയ്ത ആ ഒരു ഊസി ഉണ്ടല്ലോ, ഒരു സ്വപ്നം കാണാണ്. മാത്രമല്ല അവളുടെ മുഖത്തേക്ക് എന്തോ വന്ന് ഉറ്റുന്നത് പോലെ ഒരു രക്തത്തിന്റെ തുള്ളി പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കാണ്. അതൊരു സ്വപ്നം തന്നെയാണ് വിചാരിച്ചതുപോലെ. പക്ഷെ അവളുടെ മുഖത്തേക്ക് കുറ്റിയ ആ ഒരു രക്തം അത് ഒറിജിനലായി. പിന്നെ ബേസ്മെന്റിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ലൈല വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ പൈപ്പ് പൊട്ടി ആകെ കോളായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഇത് അടയ്ക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ഇവരുടെ ടീം ലീഡർ ആയിട്ടുള്ള റോസ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ലൈല കാര്യങ്ങളൊക്കെ പറയണം, കുഴപ്പമില്ല ഞാൻ അടച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും കൂടെ പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഈ ലെപ്രക്കോൺ ഉണ്ടല്ലോ, ഇവൻ തന്നെയാണ് ഈ പരിപാടി ഒപ്പിച്ചത്. പതിയെ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് പറയണം, ആഹാ എനിക്ക് ഒരുപാട് സ്വർണ്ണങ്ങൾ കിട്ടാനുള്ള വകുപ്പുണ്ടല്ലോ. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഓരോരുത്തരും അവരുടേതായ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വില്യംസ് എന്ന് പറഞ്ഞ ആള് ഈ ഡ്രോണും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് കേട്ടോ. അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനായിട്ട് അവന്റെ പണി അവൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ മുകളിൽ കയറിയിട്ട് ഇപ്പൊ മാറ്റ് അതുപോലെ തന്നെ കേറ്റി ഇവർ രണ്ടുപേരും കൂടെ സോളാറിന്റെ ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ലാസ്റ്റ് വന്ന പെണ്ണുണ്ടല്ലോ മേരിടത്ത് മടിച്ചാണ്, ഒരു പരിപാടിയും ചെയ്യുന്നില്ല. അപ്പൊ റോസിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്, ടീം ലീഡർ അല്ലേ. ഈ കാര്യം ഇങ്ങനെ ലൈലയോട് പറഞ്ഞിട്ട് ഒരു മടിച്ചാണ്, അതൊരു പണി എടുക്കുന്നില്ല. എന്തായാലും ബാക്കിയുള്ളവർ അവരുടേതായ ആ ഒരു ജോലികൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു വില്യംസ് അതുപോലെ തന്നെ നമ്മുടെ ലൈല രണ്ടുപേരും കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് എന്തോ ഒരു ഡ്രം ഇവരുടെ പണിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പുറത്തേക്ക് ഉരുട്ടി കൊണ്ടുവരുന്നുണ്ട്. ഒരു പഴയ ഷെഡാണത്. ഇതേ സമയത്ത് തന്നെ ഷെഡിന്റെ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ലെപ്രക്കോൺ ഉണ്ടല്ലോ അവനുണ്ടായിരുന്നു. ഈ പുല്ലെല്ലാം മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം കമ്പി എടുക്കുന്നുണ്ട്. രണ്ടെണ്ണത്തിന് വെയ്ത്താല് ചെന്ന് കൊന്നു കളഞ്ഞാലോ എന്ന് അവനിങ്ങനെ വിചാരിക്കുകയാണ്. പക്ഷെ വയ്യ, കാരണം 25 വർഷമായിട്ട് അവനൊരുമാതിരി ഒരു പ്രത്യേക ലോക്കിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു, അതായത് കൊന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വലിയ പവറൊന്നുമില്ല. പതിയെ പതിയെ അവന്റെ പവർ കൂടണമെങ്കിൽ ഓരോരുത്തരായിട്ട് കൊല്ലണം, അവരുടെ ഉള്ളിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ എടുക്കണം. എന്തായാലും ഇപ്പൊ അവരെ കൊല്ലാൻ വേണ്ടി ഈ ലെപ്രക്കോൺ തുനിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലൈലിയും വില്യംസും കൂടെ അവിടെ ആ ഒരു ഡ്രം തള്ളിക്കൊണ്ടുപോകുന്നില്ലേ. ഇതിന്റെ ഇടക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയിൽ ഒരു റിഫ്ലക്ഷൻ ലൈല കാണുന്നുണ്ട്. അതായത് ഓസി ഇയാളുടെ വയറൊക്കെ പൊട്ടി കീറി വലിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രത്യേകതരം കാഴ്ച. പെട്ടെന്ന് അവളെ ഞെട്ടിപ്പോണ്. എന്താ കാര്യം എന്ന് വില്യംസ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഒരു എലൂഷൻ വന്നു പോയതുപോലെ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരു പോസ്റ്റ്മാൻ വരികയാണ് കേട്ടോ, ഒരു കത്തിടാൻ വേണ്ടിയിട്ട്. ഇയാൾ ആ പെട്ടിയുടെ ഉള്ളിലേക്ക് ഈ കത്തിട്ടിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം പോലെ ഇനി എന്തെങ്കിലും വല്ല പൂച്ചയോ പട്ടിയോ കുടിയും പോയിട്ടുണ്ടാവോ ഇത് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ നോക്കുമ്പോൾ തിരിയുന്നില്ല. എന്നാ പിന്നെ തലയിട്ട് നോക്കാൻ കരുതിയിട്ട് പതിയെ തല അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു കൈ വരികയാണ്. ഈ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് ഈ മനുഷ്യന്റെ തല ഒരൊറ്റ വലിച്ചു
പിടിച്ചിടലാണ്. ഇയാൾക്ക് പിന്നെ ഇത് ഊരാൻ കഴിയുന്നില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ ഇടയിൽ ഈ മനുഷ്യൻ താഴേക്ക് വീണു പോവാണ്. ഇതേ സമയത്ത് തന്നെ ഇയാൾ വന്ന, അതായത് ഈ പോസ്റ്റ്മാൻ വന്ന വണ്ടി ഉണ്ടല്ലോ, അത് ഈ ലെപ്രക്കോൺ ഓടിച്ചുകൊണ്ട് ഇയാളുടെ തലയുടെ മുകളിലൂടെ കയറ്റാണ്. ഇയാളെ കൊന്നുകളയാണ്. എന്തിനാണ് ലെപ്രക്കോൺ ഈ രീതിയിൽ ഓരോ മനുഷ്യരെ കൊല്ലുന്നത്? അത് തന്നെ ഇവന്റെ പവർ അത് കൂടിക്കൂടി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും രാത്രിയായിട്ടുണ്ട്. ലൈല കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിയെ പതിയെ ലെപ്രക്കോൺ അവളെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ തട്ടാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. എന്നാൽ ഇവനൊരു ഇച്ചിരി ഒരു കളി കൂടിയ ആളാണ്. അപ്പോൾ ലൈലയെ വേണമെന്ന് വെച്ചിട്ട് തന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അവൾ കുളിക്കുന്ന ആ ഒരു ടൈപ്പ് ഓണാക്കും ഓഫാക്കും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശല്യപ്പെടുത്തി കൊല്ലാം എന്നുള്ള ആ ഒരു പ്ലാനാണ്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ കേറ്റ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ലെപ്രക്കോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിക്കുന്നുണ്ട്. എന്തായാലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കാതിരിക്കണമല്ലോ. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ലൈല പറയുന്നത്, ഓഹോ പഴയ പാട്ടുകൾ, ഞാൻ എന്റെ ആ ഒരു പഴയ മുറിയിൽ ചെന്ന് നോക്കട്ടെ, ചിലപ്പോൾ അവിടെ വല്ല കളക്ഷൻസ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ലൈല ആ ഒരു മുറിയിലേക്ക് ചെന്ന സമയത്ത് അവളുടെ ബെഡിലായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാവയുണ്ട്. ഇതിന്റെ തലയില്ലാതെ ആ പാവ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇതെന്താ അങ്ങനെ സംഭവിച്ചെന്ന് കരുതി നിൽക്കുമ്പോൾ ആ തല മാത്രമായിട്ട് ഒരു രൂപം ഇങ്ങനെ വരുന്നത്. അതായത് ഈ പാവയുടെ തല മുറിച്ചെടുത്തിട്ട് ലെപ്രക്കോൺ തലയിലിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ സാധനം അവളുടെ നേർക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അവൾ ആകെ പേടിച്ചു പോവാണ്. ഇപ്പൊ അതിന്റെ ആ ഒരു രൂപവും കാര്യങ്ങളൊക്കെ പിന്നീട് ലൈല നേരിട്ട് കാണുമ്പോൾ അവളിങ്ങനെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ അവളുടെ ഒരു സ്വപ്നമാണ്, ഇതൊന്നും റിയൽ അല്ലാന്ന്. എന്നാൽ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തൊട്ടുകൊണ്ട് ലെപ്രക്കോൺ പറയാണ്, ഇതൊന്നും സ്വപ്നമല്ല, ഇത് യഥാർത്ഥമാണ്. ഇപ്പൊ ഉണ്ടായിരുന്ന ആ ഒരു പേടിയിൽ ലൈല ഇതിനിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ അവൾ ഓടാൻ നിൽക്കുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന ഈ ലെപ്രക്കോൺ ഉണ്ടല്ലോ അവളുടെ കാല് പിടിക്കുകയാണ്. എന്നിട്ട് ആ കാല് മണത്ത് നോക്കിയിട്ട് പറയാണ്, ആ ഇത് അവളുടെ കുഞ്ഞാണല്ലേ, നല്ല സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നല്ലോ, സന്തോഷമായി, എനിക്ക് നല്ലൊരു വിരുന്ന് തന്നെയായി. നിന്റെ അമ്മയും കൂട്ടുകാരൊക്കെ വിചാരിച്ചത് 25 വർഷങ്ങൾക്ക് മുന്നേ അവരെന്നെ നശിപ്പിച്ച് കളഞ്ഞെന്നാണ്. എന്നാൽ എനിക്ക് നാശമില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ലൈലക്ക് കാര്യം മനസ്സിലായി. അവളുടെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്ത പഴയ കഥകളിൽ എല്ലാം സത്യമാണ്. ലെപ്രക്കോൺ ആ ഒരു പിശാച് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. ഇപ്പൊ ലെപ്രക്കോൺ വന്നിട്ട് ലൈലയുടെ കഴുത്തില് ഒരു ലോക്കറ്റ് കാണാണ്. അതിന് കണ്ടപ്പോൾ സ്വർണ്ണമാണെന്ന് തോന്നി. ഇത് കയറി പിടിക്കുമ്പോൾ ഇതിന്റെ കൈ കിടന്ന് പൊള്ളുകയാണ്, എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആകെ എരിഞ്ഞ് കൈ വിളിച്ച് ലെപ്രക്കോൺ ചോദിക്കണം, അല്ല ഇതെന്താ സംഭവം, ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇതിങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോൾ ലൈല പറയണം, അതെന്താണെന്ന് ഞാനിപ്പോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു കട്ടിയുള്ള ബുക്ക് എടുത്ത് ഇതിനടിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കറണ്ട് പോവാണ്. ഈ കറണ്ട് പോയ സമയത്ത് കേറ്റ് ഉണ്ടല്ലോ ഇത് ഫിക്സ് ചെയ്ത് വില്യമിനോട് ചോദിക്കണം, എടാ നീയല്ലേ ഇത് കണക്ട് ചെയ്തേ, ഇതെന്ത് തേങ്ങയാണ് ഈ കറണ്ട് ഇങ്ങനെ പോകുന്നത്, വാ നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ മാറ്റ് എന്ന് പറഞ്ഞ ആ ചങ്ങ ഉണ്ടല്ലോ, ആ ഡ്രോണൊക്കെ കൺട്രോൾ ചെയ്ത ആള്, ഇവന്റെ കയ്യിൽ ഒരു നൈറ്റ് വിഷൻ ക്യാമറ ഉണ്ട്. ഇതെല്ലാം ഓൺ ആക്കിയിട്ട് ഇവൻ എന്തൊക്കെയോ വീഡിയോസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലൈലയെ നോക്കുകയാണെങ്കിൽ ആ ഇരുട്ടത്ത് ഈ ലെപ്രക്കോണിനെ കാണുന്നില്ല. ഞാൻ നിന്നെ വിടില്ലടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവനിങ്ങനെ പിടിക്കാൻ വേണ്ടി നടക്കുമ്പോൾ ഇവനാണെങ്കിൽ ലെപ്രക്കോൺ ആണെങ്കിൽ ലൈലയെ ഭയങ്കരമായിട്ട് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ അവിടെ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ കിട്ടിയ ഗ്യാപ്പിന് ലൈല ഇതിന്റെ തലക്കിട്ട് കട്ടികളെ ബുക്കാണ് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. തല ഒരുമാതിരി പിഞ്ചി പോവുകയാണ്, അതായത് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അറ്റ് പോകുന്നത് പോലെ. എന്നാൽ അതിനൊരു കുഴപ്പവും പറ്റുന്നില്ല, അത് പഴയ രീതിയിൽ തന്നെ ഇതിനെ ഫിക്സ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ നൈറ്റ് വിഷൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാച്ച് ഉണ്ടല്ലോ, അവന്റെ ക്യാമറയിൽ ഇതിന്റെ ചെറിയ എന്തോ ഒരു കാര്യം പെട്ടുപോകുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഓടി വന്ന ലൈല നീ അതിനെ കണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പോ ഈ മാറ്റ് ചോദിക്കുകയാണ്, എന്ത് ആ ഒരു ലെപ്രക്കോണിനെ ആ ഒരു ചാത്തനെ. ഇതേ സമയത്ത് തന്നെ മാറ്റ് പറയാണ്, നിനക്കെന്താ പ്രാന്താണ്, ഒരു പെരിച്ചാഴ് ഇതിലൂടെ പാഞ്ഞു പോകുന്ന ഞാൻ കണ്ടു, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതേ സമയത്തിന് പുറത്തേക്ക് പോയ, അതായത് സോളാർ നന്നാക്കാൻ വേണ്ടിയിട്ട് പോയ നമ്മുടെ കേറ്റ് അതുപോലെ തന്നെ വില്യംസ് രണ്ടുപേരും ഇപ്പൊ വേറെ പരിപാടിയിലാണ്. നല്ല അവസരം കിട്ടിയപ്പോ ഒന്നും നോക്കിയില്ല. അപ്പൊ ഇവരുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന മേരിയിടത്ത് കാണുന്നുണ്ട്. മേരിയിടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുമാതിരി ഒരു ബോധമില്ലാത്ത പെണ്ണാണ്. ലഹരിയുടെ ആ ഒരു അമിത ഉപയോഗം അതാണ് അവളെ മടിച്ചാക്കുന്നതും അവളുടെ ആ ഒരു സ്വഭാവത്തിലൊക്കെ ഈ ഒരു മാറ്റം വരുന്നത്. അങ്ങനെ ഈ ഒരു ബോധം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവളുടെ മുന്നിലേക്ക് ഈ ലെപ്രക്കോൺ വരികയാണ്. അവൾക്ക് ഈ ഒരു ബോധത്തിൽ ഇതൊരു ചാത്തനാണെന്നോ ഒരു പിശാചാണെന്നുള്ള ആ ബോധമൊന്നും ഇല്ല. അപ്പൊ അവൾ ഇതിന്റെ ആ ഒരു രൂപത്തെ കണ്ടപ്പോൾ ആഹാ കാണാൻ നല്ല രസമുണ്ടല്ലോ, ഒരു സെൽഫി എടുത്താലെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് സെൽഫി എടുക്കുകയാണ്. ഇതാണെങ്കിലോ നല്ല രീതിയിൽ ഫോഴ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ എടുത്തു എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഈ മേരിയിടത്തിനെ വിളിച്ചിട്ട് പറയണം, നീ ഇങ്ങോട്ടേക്ക് വന്നേ, ചെവിയിൽ എനിക്കൊരു കാര്യം പറയണ്ട്, ഞാനൊരു ജോലി ചെയ്തു തീർക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആ ജോലിയിൽ നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്നൊന്നും ചെയ്യില്ല. ഈ ബോധത്തിൽ ഇത് അവൾക്ക് മനസ്സിലായോ ഇല്ലയോന്നൊന്നും അറിയില്ല. എന്തായാലും മേരിയിടത്തുമായിട്ട് ഈ ലെപ്രക്കോൺ ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വീടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ലൈല പുറത്തേക്ക് ഓടി വന്നിട്ട് എല്ലാവരോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇവിടെ കുറച്ച് വിഷയങ്ങളുണ്ട്, പിശാചും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോകണം എന്ന്. ഈ കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ നമ്മുടെ റോസ് അതുപോലെ തന്നെ മാറ്റ് ഇവരൊന്നും വിശ്വസിക്കുന്നില്ല. ഈ സമയത്താണ് മേരിയിടത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ ഫോണിലെടുത്ത് സെൽഫി അല്ല ഇവർ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ലെപ്രക്കോൺ ഇവർ നേരിട്ട് കാണാണ്. പിശാച് അതുണ്ട് എന്ന് ഏകദേശം ഇവർക്ക് മനസ്സിലായി. പക്ഷെ എങ്ങനെ ഇവിടുന്ന് ഒറ്റയടിക്ക് പോകും? ഇവരെല്ലാവരും പുറത്തിറങ്ങിയെങ്കിലും നമ്മുടെ കേറ്റ് അതുപോലെ തന്നെ വില്യംസ് രണ്ടുപേരും ചെറിയൊരു പരിപാടിയിലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഉള്ളിലാണ്. ഇനിയിപ്പോൾ അവരെ വിളിക്കാതെ എങ്ങനെ പോവാ? അപകടം ഉണ്ടെങ്കിൽ തന്നെ അവരൊറ്റക്കാക്കി വിടുന്നത് മോശമല്ലേ, അവരെയും കൂടെ രക്ഷപ്പെടുത്തണം. എന്തായാലും ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് വില്യംസ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിറകിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ലെപ്രക്കോണിനെ കാണാണ്. എന്നാൽ അവനൊട്ടും പേടി തോന്നിയില്ല കേട്ടോ. അവര് കണ്ടപ്പോ ചിരി വരികയാണ്. ഇതെന്തോന്ന് കോലാടേ, ഒരുമാതിരി
ഹാരി പോട്ടറിലെ മന്ത്രവാദിയെ പോലെ ഉണ്ടല്ലോ, ഓ നീ വലിയ ഋത്തിക് റോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളക്ക് ഉപ്പേരി പോലെ തന്നെ ഈ ലെപ്രക്കോൺ മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും വില്യംസിന് ഇത് ഭയങ്കര രസമായി തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കുറച്ച് സെൽഫി എടുത്താലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് ലെപ്രക്കോൺ നല്ല ഫോഴ്സ് കൊടുക്കാണ്. ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ വില്യംസ് പോകാൻ നിൽക്കുമ്പോൾ ഇവന്റെ കയ്യിൽ ലെപ്രക്കോൺ കയറി പിടിക്കാണ്. അല്ല നീ ഇതെങ്ങോട്ടാ? നീ പറഞ്ഞപ്പോ കുറെ ഫോട്ടോ ഒക്കെ ഞാൻ ഫോഴ്സ് ചെയ്ത് തന്നില്ലേ? അല്ല ആശാനെ ഞാൻ പോവാണ്ട് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതേ സമയത്ത് തന്നെ ലെപ്രക്കോൺ പറയാണ്, എന്റെ സ്വർണം അതെനിക്ക് തിരിച്ചുക. നിന്റെ സ്വർണ്ണോ? ഏത് സ്വർണ്ണം എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ഈ ഒരു വില്യംസിനെ ഈ ഒരു ലെപ്രക്കോൺ തൂക്കിയെടുത്ത് പൊന്തിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കാര്യങ്ങളൊന്നും അറിയാതെ ബാക്കിയുള്ളവര് ലൈല, റോസ് ഇവരൊക്കെ കയ്യിൽ എന്തൊക്കെയോ ഈ കോടാലിയും ചുറ്റിയും എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഈ വീടിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒരേറ്റ ഓട്ടോ ഓടുകയാണ്. പാവ റോസി ഇവരുടെ ടീം ലീഡർ മാത്രം ഇതിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കായിട്ട് പെട്ടുപോകുന്നുണ്ട്. എന്തായാലും വീടിന്റെ പുറത്തേക്ക് എത്തിയ സമയത്ത് ബാക്കിയുള്ള എല്ലാവരും കാണുന്നത് എന്താണ്? ഈ വില്യംസിനെ ആരോ ഒരാൾ എടുത്തിട്ട് എറിയുന്ന കാഴ്ച. എന്തായാലും വന്ന് വീണ സമയത്ത് വില്യംസിന് നന്നായിട്ട് ദേഷ്യം വരികയാണ്. നീ ആരാടാ ഉള്ള എന്നെ ഇങ്ങനെ എടുത്തറിയാൻ, ഞാൻ കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡ്രം പോലൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ, ഇതെടുത്ത് ഈ ലെപ്രക്കോണിന്റെ നേരെ എറിയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ലെപ്രക്കോൺ ഭയങ്കരമായിട്ട് സീരിയസ് ആവണം. ഞാനൊന്ന് തമാശ കളിച്ചപ്പോ നീയൊക്കെ എന്റെ തലയിൽ കയറി അപ്പിയിടാൻ നോക്കുന്നു, ഞാൻ സീരിയസ് ആയിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മുകളിലുണ്ടായിരുന്ന ആ ഒരു സോളാർ പാനൽ ഉണ്ട്, അതിന്റെ മുകളിലേക്ക് ഈ ലെപ്രക്കോൺ നോക്കാണ്. അത് പതിയെ പതിയെ താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വില്യംസ് ഇത് കാണുന്നില്ല. അവന്റെ തലയിലേക്ക് ഇത് വരികയാണ്. തല 2 കഷ്ണമായിട്ട് പൊളന്നു പോവാണ്. ഇത് കണ്ടപ്പോ ബാക്കിയുള്ള എല്ലാവരുടെയും കാക്കയും കളിയും എല്ലാം പാറിപ്പോവാണ്. പിശാജ് നോർമൽ ആയിട്ടുള്ള പിശാജല്ല, ശരിക്കും നല്ല സൈക്കോ ആയിട്ടുള്ള പിശാജാണെന്ന് ഇവർക്ക് മനസ്സിലായി. ആകെ പേടി ഓട്ടി ഇവർ കാറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. കാർ തുറക്കാൻ നോക്കുമ്പോൾ ചാവിയില്ല. ഇപ്പൊ ഈ മേരിയെടുത്ത് പറയാണ് റോസിന്റെ കയ്യിലാണ് ചാവി, എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് പോകണം, അവളെ രക്ഷപ്പെടുത്തണം, അവളുടെ കയ്യിൽ നിന്ന് ചാവിയും മേടിക്കണം. ഇതേ സമയത്ത് തന്നെ വീടിന്റെ ഉള്ളിൽ കാണിക്കാണ് റോസ് ഇതുപോലെ ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ പെട്ട് കിടക്കുകയാണല്ലോ. ഇവളുടെ മുന്നിലേക്ക് ഒരു ക്യാപ്പ് വന്ന് വീഴുന്നുണ്ട്. ആദ്യം ഭയങ്കര പേടിയോടെ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ക്യാപ്പ് മാത്രമാണ്. എന്നാൽ ഈ ക്യാപ്പിന്റെ ഉള്ളിൽ നിന്നും പതിയെ പതിയെ ലെപ്രക്കോൺ പുറത്തേക്ക് വരികയാണ്. അതായത് ഒരു മജീഷ്യൻ ആയിട്ടുള്ള പിശാചാണിത്. എന്തായാലും ഇതിനെ നേരിട്ട് കണ്ട ആ ഒരു പേടിയിൽ നമ്മുടെ റോസ് ഉണ്ടല്ലോ, കാലുണ്ടായിരുന്ന ചെരുപ്പെടുത്ത് ഒരൊറ്റ അടി കൊടുക്കണം ഇതിന്റെ തലക്ക്. അത്യാവശ്യം ഹീലും കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ തലയിൽ ഇതിങ്ങനെ കയറി നിൽക്കുകയാണ്. പിള്ളേർക്കൊന്നും തീരെ ഒരു അച്ചടക്കം ഇല്ലാതെ ഇതും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ ഒരു ലെപ്രക്കോൺ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ചെരുപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ അടുക്കി വെക്കുകയാണ്. പിശാചാണെങ്കിലും നല്ല അച്ചടക്കമുള്ള പിശാച തോന്നുട്ടാ. എന്തായാലും ഇതേ സമയത്ത് തന്നെ ബാക്കിയുള്ള ടീംസ് ഇതിന്റെ ഉള്ളിലേക്ക് വരികയാണ്. റോസിനെ കാണുകയാണ്, ചാവിയും കിട്ടി. പക്ഷേ ഇവർക്ക് ഇനി ഒറ്റയടിക്ക് വീടിന്റെ പുറത്തേക്ക് പോകാൻ കഴിയില്ല. ആ വഴിക്ക് തന്നെ അവനുണ്ട്, അതായത് ആ ഒരു പിശാച് ലെപ്രക്കോൺ. ഇപ്പൊ നമ്മുടെ കഥാനായികയായിട്ടുള്ള ലൈല, അതുപോലെ തന്നെ ആ ഒരു ബോധമില്ലാത്ത പെണ്ണുണ്ടല്ലോ മേരിയുടെ, ഇവർ രണ്ടുപേരാണ് ഒരുമിച്ചുള്ളത്. അപ്പൊ ലൈല പറയാണ്, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ബേസ്മെന്റ് ഉണ്ട് ആ ഭാഗത്തൂടെ പോയാലോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ബേസ്മെന്റിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ലൈല ഇതിന്റെ ഉള്ളിലേക്ക് കയറിയതും പെട്ടെന്ന് തന്നെ ഇതിന്റെ വാതില് മേരിയുടെ അങ്ങ് ലോക്ക് ചെയ്ത് കളയാണ്. എന്തിനാണ് മേരിയുടെ ഇത് ചെയ്തത്? ലെപ്രക്കോണുമായിട്ട് ചെറിയൊരു ഡീല് അവൾക്ക് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഡീലിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത്. എന്തായാലും പുറത്തേക്ക് വന്ന സമയത്ത് ഈ മേരിയുടെ പറയാണ്, ലൈല മരിച്ചുപോയി, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോവാന്ന്. അങ്ങനെ എല്ലാവരും കൂടെ കാറിന്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ദാ അതിന്റെ ഉള്ളിലിരിക്കുന്ന ലെപ്രക്കോണ്. കേറ്റാണ് ആദ്യം ഇതിനെ കണ്ടത്. മുണ്ടും പൊക്കി പുറത്തേക്ക് ചാടി ഇറങ്ങി ഓടുകയാണ് അവള്. ഇതേ സമയത്ത് തന്നെ പേടി കാരണം മാറ്റ് ഇതിനിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ശരീരമല്ല, ഇത് തെറിച്ചു പോയിട്ട് എവിടെയോ വീഴുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിന് എല്ലാവരും കൂടിയിട്ട് ഈ കാറിന്റെ ഉള്ളിലേക്ക് ചാടി കയറിയിട്ട് ഒരൊറ്റ വിടലാണ്. ഇതേ സമയത്തിന് ഈ ലെപ്രക്കോൺ പറയണ, ആഹാ പിള്ളേരാണെന്ന് കരുതി കുറച്ച് തമാശ എല്ലാം കാണിച്ചപ്പോ അവര് വല്ലാതെ കളിക്കുന്നല്ലേ, കളി ഞാൻ കാണിച്ചു തരാം, ഇനിയുണ്ട് കളികൾ എന്ന്. ഇതേ സമയത്ത് തന്നെ താഴെ ആ ഒരു ബേസ്മെന്റിൽ പെട്ടെടുക്കുന്ന ലൈലയെ കാണിക്കുകയാണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഒരു ചെറിയൊരു റാന്തലിന്റെ വിളക്ക് മാത്രം കയ്യിലുണ്ട്. ഇതും പിടിച്ച് അതിലൂടെ നടക്കുന്ന സമയത്ത് വയറ് കീറി പറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഊസി ഉണ്ടല്ലോ, ഇയാളെ കാണുകയാണ്. അതായത് രാവിലെ കണ്ട ആ ഒരു ഡ്രൈവർ, എന്നല്ല 2-3 ദിവസം മുന്നേ. അപ്പൊ ഊസിയുടെ ആ ഒരു കോലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പൊ ലൈല ചോദിക്കാണ്, നിങ്ങളും ഈ ഒരു ലെപ്രക്കോണിന്റെ ആളാണോ, സഹായിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഓസി വലിയ രീതിയിലൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു മരിച്ചുപോയ ഓസിയുടെ ആത്മാവായിരിക്കും ഇതെന്ന്. അപ്പൊ എന്തായാലും ലൈല ചോദിക്കുകയാണ്, നിങ്ങൾ മരിച്ചുപോയോ, നിങ്ങളെയും കൊന്നത് ആ ഒരു ലെപ്രക്കോണാണെന്ന് ചോദിക്കുമ്പോൾ സംസാരിക്കാനൊന്നും കഴിയുന്നില്ല. അത് എന്നുള്ള രീതിയിൽ തലയാട്ടാണ്. അപ്പൊ ലൈല ചോദിക്കുകയാണ്, 25 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ഇതിനെ നശിപ്പിച്ചില്ലേ, അതെങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ കയ്യും കാലൊക്കെ ഇയാൾ കാണിക്കുന്നുണ്ട്. എന്നാൽ ലൈലയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ലൈല ചോദിക്കുകയാണ്, അറ്റ്ലീസ്റ്റ് ഇവൻ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഗോൾഡ് അത് എവിടെയാണെന്നെങ്കിലും പറയാൻ പറ്റുമോ, എന്നാൽ അത് കണ്ടുപിടിച്ച് ഇവന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഇതേ സമയത്ത് തന്നെ ഈ ലൈലയ്ക്ക് വേണ്ടിയിട്ട് ഓസി ഒരു ഭാഗത്തേക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കണം. അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിൽ ഒരു പഴയ പേപ്പറിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അത് തുറന്നു നോക്കിയപ്പോൾ ആ ഒരു ഗോൾഡ്, അതുപോലെ തന്നെ ഇതിനെങ്ങനെ നശിപ്പിക്കണം, അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങൾ ആ ഒരു പേപ്പർ കഷ്ണത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ലൈല ഹാപ്പി ആവണം, അല്ല എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണം, അതിന്റെ ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു എന്ന് പറയുമ്പോൾ ഓസി നേരെ പുറത്തേക്ക് പോകണം. എന്താ ഇവനൊരു ആത്മാവാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ചുമരൊന്നും അവന് വിഷയമില്ലായിരുന്നു. എന്നാൽ ലൈല ഇപ്പൊ ആത്മാവായിട്ടില്ല, അധികം വൈകാതെ ആവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഒരു വാതിലോ തുളയോ എന്തെങ്കിലും വേണം. കയ്യിലുണ്ടായിരുന്ന ഒരു ചുറ്റി കിടക്കുകയാണ്, ഒരു ജനലുണ്ടായിരുന്നു, ഇത് അടിച്ചു പൊളിച്ചുകൊണ്ട് പതിയെ അതിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കാറിലൂടെ ഇവരെല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നില്ലേ. പോകുന്നതിന്റെ ഇടക്ക് മേരിയുടെ അറിയാതെ പറഞ്ഞു പോണ് പാവം ലൈല അതിന്റെ ഉള്ളിൽ പെട്ട് കിടക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ മേരിയുടെ പറഞ്ഞത് നുണയാണെന്ന് ഇവർക്ക് മനസ്സിലാവാണ്. റോസ് അവളുടെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്, എന്ത് തെമ്മാടിത്തര അടി നീ കാണിച്ചെന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ എന്തൊരു കൂക്കലും വിളിയും കെട്ടി ഇവർ പുറത്തേക്ക് നോക്കുമ്പോൾ ദാണ്ടെ അവൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആര്?
ആര്? ലെപ്പർകോൺ തന്നെ. അതും നമ്മുടെ മാറ്റ് ഉണ്ടല്ലോ, അവന്റെ ആ ഒരു ഡ്രോണ് അതിന്റെ മുകളിൽ കയറിയിട്ട് മാത്രമല്ല ഇവരെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഇവരുടെ മുന്നിൽ വന്ന് കൂക്കി വിളിച്ച് നടുവിരൽ വരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് തെറിയെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭയങ്കര ദേഷ്യം വന്ന മേരിടത്ത് എന്താക്കി കാറ് ഒരേറ്റ വെട്ടിക്കലാണ്. അതായത് ഈ ഒരു ഡ്രോൺ ഇട്ടൊരു കുത്തു കൊടുക്കുന്നുണ്ട്. ആ കുത്തില് ഡ്രോണും അതുപോലെ തന്നെ ഈ ഒരു ലെപ്പർകോണും കൂടെ തെറിച്ചു പോകുന്നുണ്ട്. മാത്രമല്ല മേരിടത്തിന്റെ കൺട്രോളും പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു മരത്തിൽ ചെന്ന് ചെറിയൊരു കുത്തു കൊടുക്കുകയാണ്. എന്തായാലും കാർ ഇനി മുന്നോട്ടേക്ക് പോവില്ല. കുത്തു വലുതായാലും ചെറുതായാലും സംഭവം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എന്തായാലും വണ്ടി ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് തന്നെ ഇവര് മറ്റൊരു ചെറിയ ട്രക്ക് അവിടെ കാണുന്നുണ്ട്. ആരെയാണ്? 2-3 ദിവസം മുന്നേ ആ ഒരു ലെപ്പർകോൺ കൊന്നു കളഞ്ഞില്ലേ, ഓസി, ഇയാളുടെ ആ ഒരു വണ്ടി തന്നെയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് വണ്ടിയുടെ ഉള്ളിൽ ചാവിയില്ല. കുറച്ച് അപ്പുറത്തായിട്ട് വയറും കയറി മരിച്ചു കിടക്കുന്ന ഓസിയെ കാണാണ്. മിക്കവാറും അവളുടെ കീശയിലായിട്ടായിരിക്കും ഈ ചാവി ഉണ്ടാവുക. അപ്പൊ അത് തപ്പിയെടുക്കാനായിട്ട് നേരെ ഇവരങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ആർക്കും ഒരു ധൈര്യമില്ല. മാറ്റ് പറഞ്ഞു, മാറ്റല്ല നമ്മുടെ കേറ്റ് പറഞ്ഞു ഞാൻ തന്നെ അത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ കുടൽമാലയുടെ ഇടയിലൂടെയൊക്കെ കൈയിട്ട് അവളങ്ങനെ തപ്പിയെടുത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലെപ്പർകോൺ വരികയാണ്. അറിയാലോ പെട്ടെന്നൊന്നും ചാവില്ലവന്. ഇവരുടെ മുന്നിലേക്ക് തന്നെ വന്ന് നിന്ന സമയത്ത് നമ്മുടെ മേരിയെടുത്ത് പറയാണ്, ഞാനും നീയുമായിട്ടൊരു ഡീലുണ്ട്, നീ എന്നെ കൈകൊണ്ട് തൊടില്ല എന്ന് വാക്ക് തന്നിട്ടുണ്ട്, ദയവ് ചെയ്തിട്ട് എന്നെ ഒന്നും ചെയ്യരുത്, ബാക്കിയുള്ളവരെ വേണം എന്തും ചെയ്തു. ഇപ്പൊ ബാക്കിയുള്ളവർ അതായത് നമ്മുടെ കേറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, മാറ്റ് ഉണ്ട്, ഇവരൊക്കെ ഇങ്ങനെ വിചാരിക്കാൻ ഇത് എന്തൊരു പെണ്ണാണിത്. അപ്പൊ നമ്മുടെ ലെപ്പർകോണും ഈ മേരിടത്തിനോട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ടാന്നേ, നിന്നെ ഞാൻ കൈകൊണ്ട് തൊടാൻ പോകുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഈ മേരിടത്ത് ചോദിക്കുന്നുണ്ട്, ഉറപ്പാണോ എന്നെ ഒന്നും ചെയ്യില്ലല്ലോ, ഞാൻ ഓടട്ടെ, ഓടി രക്ഷപ്പെടട്ടെ. ഇപ്പൊ ഈ മേരിടത്തിനോട് ഈ ലെപ്പർകോൺ പറയുന്നുണ്ട്, ഇല്ല ഞാൻ നിന്നെ കൈകൊണ്ട് തൊടുകയില്ല, നീ ഓടി രക്ഷപ്പെട്ടോ. ഈ സമയത്ത് മേരിടത്ത് ആ ഒരു കാട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഗാർഡനില് കുറച്ചധികം സ്പ്ലിങ്കേഴ്സ്, അതായത് എന്താ പറയുക, ഈ വെള്ളം ഇങ്ങനെ ചെതിരി തെറിപ്പിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ കുറെ എണ്ണുള്ള ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. എന്നാൽ അവൾ ആ ഒരു ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ഓരോ ഈ സ്പ്ലിങ്കർ വന്നിട്ടും അവളുടെ തലയുടെയും മേത്ത് പല ഭാഗത്തിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മേരിടത്ത് ഉറക്കനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ലെപ്പർകോൺ നീ എന്റെ അടുത്ത് പറഞ്ഞല്ലേ എന്നെ കൈകൊണ്ട് തൊടില്ല എന്ന്. ഇതേ സമയത്ത് തന്നെ ലെപ്പർകോൺ പറയാണ്, അതെ ഞാൻ നിന്നെ കൈകൊണ്ട് തൊടില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷെ വേറെ എന്ത് വേണമെങ്കിൽ എനിക്ക് കാണിക്കാം. അതായത് മേരിടത്തിന് മനസ്സിലായി അവൾക്ക് നല്ല 8ന്റെ പണി തന്നെയാ കിട്ടിയെന്ന്. അവിടെ കുറെ സ്പ്ലിങ്കേഴ്സ് ഇല്ലേ, അതിലൊരെണ്ണം അവളുടെ മേത്ത് തട്ടി ലാസ്റ്റ് ഒരെണ്ണം വന്നിട്ട് ഇവളുടെ അണ്ണാക്കിലേക്ക് കയറി പോവാണ്. മാത്രല്ല വെള്ളം വന്നാൽ ഇത് പല ഭാഗത്തേക്കും ചീറ്റിച്ച് കളയല്ലോ, അതുകൊണ്ട് തന്നെ അണ്ണാക്കിലേക്ക് കയറി നിൽക്കുമ്പോൾ രക്തം നല്ല അങ്ങനെ കട്ടയായിട്ട് പുറത്തേക്ക് വരികയാണ്. ഈ സ്പ്ലിങ്കറും ഇതിങ്ങനെ ചീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണിക്കാം. ഓക്കെ, എന്തായാലും ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ എന്ന് കരുതിയ മേരിടത്തിന് നല്ല ഒന്നാം തരം പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇപ്പോൾ മേറ്റ് പറയാണ്, ഇപ്പൊ ആ ഒരു ഡ്രോൺ നമ്മുടെ കയ്യിൽ കിട്ടിയാലോ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രക്ഷപ്പെട്ടു പോയിക്കോ, വഴി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ആ ഒരു ഡ്രോൺ മേലേക്ക് കൊണ്ടുപോയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ കേറ്റിനും റോസിനും ഇവൻ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ കുറച്ചങ്ങോട്ട് മുന്നോട്ടേക്ക് പോയ സമയത്ത് ഈ ഡ്രോൺ വർക്ക് ആവുന്നില്ല. അതായത് ഈ ഒരു ലെപ്പർകോൺ ഉണ്ടല്ലോ, അവൻ തന്നെ ആ ഒരു ഡ്രോണിന്റെ കൺട്രോൾ ഇങ്ങനെ അവന്റെ ആ ഒരു മാജിക്കൽ പവർ കൊണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് കൺട്രോൾ ചെയ്യുകയാണെന്ന്. എന്തായാലും ഇപ്പൊ മാറ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു ഡ്രോൺ ഉണ്ടല്ലോ അത് അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകിയില്ല ഈ ഡ്രോണിന്റെ ആ ഒരു ഫാന് അത് അവന്റെ കഴുത്തിൽ തട്ടുകയാണ്. തല 2 കഷ്ണമായി പോവാണ്. ഇതേ സമയത്ത് തന്നെ ഇതെല്ലാം കണ്ട് അലറി വിളിച്ചുകൊണ്ട് കേറ്റും റോസും കൂടെ കാട്ടിലേക്ക് ഇറങ്ങി ഓട്ടുന്നുണ്ട്. ഇപ്പോ മറ്റൊരു ഭാഗത്ത് ആ ഒരു വീടിന്റെ ഉള്ളിൽ നിന്നും എങ്ങനെയൊക്കെയോ നമ്മുടെ ലൈൽ ആ ഒരു സ്വർണത്തിലേക്കുള്ള വഴിയും കാര്യങ്ങളും മാപ്പും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയല്ലോ. മാത്രമല്ല ഈ ലെപ്പർകോണിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഗോൾഡ് എടുക്കാൻ വേണ്ടി ആ ഒരു മാപ്പിൽ പറഞ്ഞ വഴിയിലൂടെ അവൾ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ആൾക്കാര് യാദൃശ്ചികമായിട്ട് ലൈല് കാണുകയാണ്. ഒന്ന് കേറ്റ്, മറ്റേത് റോസ്. 2 പേടിച്ച് പിരിവെട്ടി നിൽക്കുകയാണ്. എന്തായാലും പിന്നീട് ഇവരെ കണ്ട സമയത്ത് ലൈല കാര്യങ്ങളൊക്കെ പറയണേ, ഇതുപോലെ സ്വർണം സൂക്ഷിച്ച ഒരു ഏരിയ ഉണ്ട്, അത് കണ്ടുപിടിച്ച് ഇവന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാട്ടിലൂടെ ഇവർ ആ ഒരു മാപ്പിലെ ലൊക്കേഷൻ നോക്കി പതിയെ മുന്നോട്ടേക്ക് പോകാണ്. അവസാനം ആ ഒരു സ്വർണം കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് ഇവർ വിചാരിച്ചതുപോലെ കുറേയൊന്നുമില്ല. അപ്പോഴാണ് ഈ റോസ് ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരെ ഫണ്ടും കാര്യങ്ങളില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും, ഓരോന്ന് ഇത് നടക്കും, അങ്ങനെയാണ് ഫണ്ട് ഉണ്ടാക്കിയത്. ഇതേ സമയത്ത് തന്നെ ലൈല് പറയാണ്, രക്ഷപ്പെടാണ്ടായിരുന്ന ആകെ ഒരു മാർഗ്ഗം ഇതായിരുന്നു, അതുകൂടെ നീ ഇല്ലാതാക്കിയല്ലോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ കണ്ടെത്താം. അങ്ങനെ പേടിച്ച് പിരിവെട്ടിയേക്കുന്ന ഈ 2 പേരോടും, അതായത് റോസ്, കേറ്റ്, ഇവർക്കൊക്കെ ഭയങ്കര ധൈര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ ലൈല മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പൊ റോസ് വിളിക്കുന്നുണ്ട്, ലൈല ആവേശത്തില് വീടിന്റെ വഴി മാറിപ്പോയി, അങ്ങോട്ടല്ലടി ഇങ്ങോട്ടാ പോകേണ്ടത്. സോറി, എന്തായാലും വഴി മാറിപ്പോയി, നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് പോകാം. എന്നാൽ നമ്മുടെ കേറ്റിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല, നിങ്ങൾ പോയിക്കാൻ, ഞാൻ തൽക്കാലം ഇവിടെ നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേണ്ട, ഒരുമിച്ച് പോയിട്ട് നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലൈലയുടെ കഴുത്തുള്ള ആ ഒരു ഗോൾഡ്, ഇത് മാത്രം എന്താണ് ആ ഒരു ലെപ്പർകോൺ എടുക്കാത്തത്? ഇതിനെക്കുറിച്ച് ഇവർ ചോദിച്ചപ്പോൾ നമ്മുടെ ലൈല പറയണേ, ഇത് വെറും ഒരു സ്വർണ്ണമല്ല, ഇതിന്റെ ഉള്ളിൽ വെറും ഇരുമ്പ് മാത്രമാണ്. ആ ലെപ്പർകോൺ ഇത് സ്വർണ്ണമാണെന്ന് കരുതിയിട്ട് ഇതിൽ കയറി പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ കൈ പൊള്ളുകയാണ് ചെയ്ത്. അതിന്റെ അർത്ഥം എന്താണ്? ഇതിന് ഇരുമ്പ് തീരെ പറ്റില്ല, നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകല്ലേ എന്ന് ഈ പറഞ്ഞതുപോലെ കേറ്റിന് ഒട്ടും താല്പര്യമില്ല അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പല അടവുകളും നമ്മുടെ കേറ്റ് എടുത്തു വെക്കുന്നുണ്ട്. അമ്മതിന്റെ നൂലുകെട്ടാണ്, നാളെ രാവിലെ എത്തിയിട്ടില്ലെങ്കിൽ വലിയ വിഷയം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഒരു രക്ഷയില്ല, ബോധുപേരും കൂടെ ഒരുമിച്ച് പോവാം, അങ്ങനെ തീരുമാനിക്കുകയാണ് ഇപ്പൊ ലാസ്റ്റ്. എന്തായാലും ഇവരങ്ങോട്ടേക്ക് വന്നിട്ട് കുണു എന്ന് സംസാരിക്കുന്ന ആര് കേൾക്കാണ്? ഈ ലെപ്പർകോൺ. എന്തോ ഒരു കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് ഈ ലെപ്പർകോണ് മനസ്സിലായി. അതേസമയത്തിന് ഇവരുടെ കയ്യിൽ എന്തോ ഒന്ന് കണ്ട് ലെപ്പർകോണിന്റെ കണ്ണ് തന്നെ തള്ളിപ്പോവാണ്. അതായത്
അതായത് ഒരു ചെമ്പിന്റെ എന്തോ ഒരു പാത്രം, ഇതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ഇത് കണ്ടപ്പോ തന്നെ ലെപ്പർകോൺ ഭയങ്കരമായിട്ട് ആവേശം കയറുന്നുണ്ട്. പറഞ്ഞല്ലോ അവന്റെ ശക്തി അല്ലെങ്കിൽ ആ ഒരു എനർജി എന്നൊക്കെ പറയുന്നത് ഈ സ്വർണ്ണമാണ്. പക്ഷെ ഇത്രക്ക് സ്വർണം ഇവർക്ക് ഇപ്പൊ എവിടുന്ന് കിട്ടിയേ? അതറിയില്ല. എന്തായാലും ആ ഒരു കുടം സ്വർണവുമായിട്ട് നമ്മുടെ ലൈല ഉണ്ടല്ലോ നേരെ വീട്ടിനുള്ളിൽ കയറി ചെല്ലണം. എന്നിപ്പോ ലൈല മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോ ലെപ്പർകോൺ ഇത് കണ്ട സമയത്ത് എന്താ പറയാ, ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭയങ്കര ഒരു ഭക്ഷണം കിട്ടിയതുപോലെ ആർത്തിയോട് കൂടിയിട്ട് ഇവനതിങ്ങനെ പിടിക്കുകയാണ്. സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവന്റെ കയ്യിൽ ഇത് കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ കൊടുത്ത സമയത്ത് പതിയെ ലൈല അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അവനൊരു പിടുത്തം പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ ലെപ്പർകോൺ പറയാണ്, കൂടുതൽ സ്വർണ്ണം എന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പവർ. ആദ്യം ഞാനിത് എണ്ണി തീർക്കട്ടെ. 1 2 3 എണ്ണി തീർന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആർത്തിയിൽ ലെപ്പർകോൺ ഇതിങ്ങനെ എണ്ണുന്ന സമയത്ത് നമ്മുടെ ലൈല പറയാണ് ഗേൾസെ അറ്റാക്ക് ചെയ്തോന്ന്. അതായത് ഇത് അവരുടെ പ്ലാൻ ആയിരുന്നു. അവിടെ സോഫയുടെ അടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവര് ബാക്കിയുള്ള രണ്ടുപേര് കേറ്റും നമ്മൾ റോസ് വിളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇവർ എഴുന്നേറ്റ് വന്നിട്ട് തലക്കാണി അതൊക്കെ വെച്ചിട്ട് ഇതിനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാണ്. ഈ ലെപ്പർകോൺ തിരിയുന്നില്ലേ? ഇതെന്താ ഇവര് കാണിക്കുന്നത്? എന്താ വെച്ചാൽ ആ അടി കിട്ടിയാലൊന്നും ലെപ്പർകോണൊന്നും ആവാൻ പോകുന്നില്ല. അപ്പൊ ഈ ശ്രദ്ധ മാറി ഈ ഗ്യാപ്പിൽ അവന്റെ കഴുത്തിലേക്ക് നമ്മുടെ ലൈല അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇരുമ്പിന്റെ ലോക്കറ്റുള്ള മാല ഉണ്ടല്ലോ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മേത്ത് വന്ന് വീണ സമയത്ത് ഇതിന് സഹിക്കാൻ കഴിയുന്നില്ല, പിടിച്ചു പറിച്ച് കളയാനും കഴിയുന്നില്ല. ഇത് ആകെ കിടന്ന് വിരങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ചുറ്റും ഇരുമ്പിന്റെ ഓരോ സാധനങ്ങൾ ഇവരിങ്ങനെ വെക്കുകയാണ്. അതായത് ഒരു ഭസ്മവൃത്തം എന്നൊക്കെ പറയില്ലേ മന്ത്രവാദികൾ, അതേപോലെ ഒരു ഇരുമ്പിന്റെ വൃത്തം ഉണ്ടാക്കുകയാണ്. എന്തായാലും ഈ വൃത്തം വിട്ട് ഇതിന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഈ സമയത്ത് തന്നെ ലൈല പറയുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അതായത് ഇവരുടെ ആ ഒരു ബേസ്മെന്റിൽ ഷാവ്രോക്ക് ലീവ്സ് അതിന്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് ടിന്നാക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ആ സാധനമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. എന്തായാലും ഇതൊരു ടാങ്കിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒരു പൈപ്പും സെറ്റ് ആക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ലൈല ഇമോഷണൽ ആയിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ലെപ്പർകോൺ ശ്രമിക്കുന്നുണ്ട്. അതും അവളുടെ അമ്മയുടെ ആ ഒരു സംസാരത്തില്, മോളെ അമ്മ മരിച്ചിട്ടില്ലടി, അമ്മയ്ക്ക് തിരിച്ചു വരാൻ കഴിയും, ഇവന്റെ ആ ഒരു വരണ്ടെങ്കിൽ അമ്മക്ക് തിരിച്ചു വരാൻ കഴിയും. ഇതേ സമയത്ത് ലൈല ഇതിനെ നോക്കിയിട്ട്, അതായത് ഈ ലെപ്പർകോൺ നോക്കിയിട്ട് പറയാണ് പോടാ ഷൊണ്ണ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വായിലേക്ക് ഈ പൈപ്പ് ഒരൊറ്റ തിരികലാണ്. അങ്ങനെ അവസാനം ഈ ഒരു ഇലയുടെ ജ്യൂസ് അടിച്ച് കയറ്റുമ്പോൾ ഇതിനിത് ഭയങ്കര വിഷമായിട്ടുള്ള കാര്യമാണ്. അവസാനം പള്ളയും വീർത്ത് ഇതങ്ങോട്ട് പൊട്ടി ചിതറിപ്പോവാണ്, പല കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോകുന്നുണ്ട്. പക്ഷെ ലൈല പറയാണ് 25 വർഷങ്ങൾക്ക് മുന്നേ ഇതിനിങ്ങനെ തന്നെയാണ് കൊന്നത്, എന്നിട്ടും ഇത് തിരിച്ചു വന്നു. അപ്പോ നമ്മൾ ഇതിന്റെ ഒരു കഷ്ണം പോലും ബാക്കിയാവാത്ത രീതിയിൽ ഇതിനെ കൊന്നു കളയണം, അതായത് പൂർണ്ണമായിട്ടും കത്തിച്ച് നശിപ്പിച്ച് കളയണം. അപ്പൊ അതിനുള്ള പരിപാടി ഞാനും കേറ്റും കൂടെ പോയി നോക്കിയിട്ട് വരാം. റോസ് നീ ഒരു കാര്യം ചെയ്യ്, ചിതറി കിടക്കുന്ന ഈ ഇറച്ചി മുഴുവൻ അടിച്ചു കൂട്ട്. എന്തായാലും ഇവര് പുറത്തേക്ക് പോകണം. റോസ് ആണെങ്കിൽ ചിതറി കിടക്കുന്ന ഈ ഇറച്ചി മുഴുവൻ അടിച്ചു കൂട്ടുമ്പോൾ ഇത് പല കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നില്ലേ? അപ്പൊ പല കഷ്ണങ്ങളായിട്ട് ചിതറി കിടക്കുന്ന ഈ കുഞ്ഞി ഇറച്ചിക്കണ്ണുകൾ ഓരോ ലെപ്പർകോണായിട്ട് മാറുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ റോസിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അവളുടെ കാലിൽ കയറി പിടിക്കുകയാണ്, അവിടെ ഇവിടെയും കയറി പിടിച്ചിട്ടൊക്കെ മാന്തി പറിക്കുന്നുണ്ട്. നമ്മുടെ റോസിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല, അവളുടെ മൂക്കിനൊക്കെ കയറി കടിക്കുകയാണ്. ഇതേ സമയത്ത് പല വസ്തുക്കളെടുത്ത് പല കഷ്ണങ്ങളും അവളുടെ ദേഹത്തേക്ക് എറിയുന്നുണ്ട്. ഇപ്പൊ റോസ് പ്രാന്തിളകിയിട്ട് കയ്യിൽ കിട്ടുന്നതിനൊക്കെ കടിച്ച് പറിച്ച് കളയാണ്. എന്നാൽ ഈ ലെപ്പർകോണിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് അവളുടെ തൊട്ട് മുന്നിൽ തന്നെ നോക്കുമ്പോൾ കാണാൻ കഴിയും. അവൾക്ക് ട്രോഫി ആയിട്ട് കിട്ടിയ ഒരു മെറ്റൽ, അതിന്റെ അഗ്രഭാഗം നല്ല ഷാർപ്പാണ്. അപ്പൊ അവളുടെ ആ ഒരു ശ്രദ്ധ തിരിച്ച് കാല് പിടിച്ച് വലിച്ച് അവളുടെ തല അതിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ കാല് തെന്നി റോസ് അതിലേക്ക് ചെന്ന് വീഴാണ്. തല രണ്ടായിട്ട് പൊളന്നു പോവാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആരിങ്ങോട്ടേക്ക് വരുന്നത്? ലൈല വന്ന് നോക്കുമ്പോൾ പൂർണ്ണ രൂപത്തിൽ നിൽക്കുന്ന ഈ ലെപ്പർകോണിനെ കാണിക്കുകയാണ്. അതായത് ഇതിന് ചാവാനൊന്നും പറ്റില്ല, ചാവില്ല ഇത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ഒരു മാഗ്നറ്റിന്റെ പീസ് എടുത്തുകൊണ്ട് ഇതിന്റെ ദേഹത്ത് കൊടുക്കാൻ നോക്കുന്നതിന് മുന്നേ തന്നെ ലെപ്പർകോൺ അത് ലൈലയുടെ കഴുത്തിൽ തന്നെ ആക്കുകയാണ്, കുട്ടിക്ക് നിർത്തുകയാണ്. എന്നിട്ട് ലൈലയെ നോക്കിയിട്ട് പറയണം, ഞാനൊരു ഇച്ചിരി കോമഡി കാണിച്ചപ്പോൾ ഞാനൊരു കോമഡി പീസ് ആണെന്ന് കരുതിയോടി നീ. ശരിക്കുള്ള ലെപ്പർകോൺ എത്രത്തോളം വലിയ പിശാചാണെന്ന് ഞാൻ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാടി. ഇതേ സമയത്ത് നമ്മുടെ കേറ്റ് പേടിയെല്ലാം മാറ്റി ചെറിയൊരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ഈ ലെപ്പർകോണിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിലേക്ക് രണ്ട് കരണ്ടിന്റെ കമ്പികൾ അത് പതിയെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഗോൾഡിലൂടെ കരണ്ട് പാസ് ചെയ്ത് ഇവന്റെ ദേഹത്തേക്ക് എത്തുകയാണ്. ദേഹത്ത് നിറയെ പല ഭാഗത്തായിട്ട് സ്വർണ്ണങ്ങളുണ്ട്. ഒക്കെ കൂടെ ആയപ്പോ ഇവൻ നിന്നങ്ങോട്ട് വിറക്കാൻ തുടങ്ങുകയാണ് കരണ്ട് അടിച്ചിട്ട്. ഈ ഒരു ഗ്യാപ്പിന് നമ്മുടെ കേറ്റും ലൈലയും കൂടെ ആ ഒരു ജനലിലൂടെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ലൈലയുടെ കാലിൽ കയറിയിട്ട് ലെപ്പർകോൺ പിടിക്കുകയാണ്. ബോസാത്താനെ എന്ന് പറഞ്ഞിട്ട് ഒരേറ്റ ചവിട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി അവിടെ തീ പടർന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലേക്ക് പോയിട്ട് ഈ ഒരു ലെപ്പർകോൺ വീഴാണ്. ആ ഗ്യാപ്പിന് രണ്ടുപേരും പുറത്തേക്ക് ചാടി ഇറങ്ങി. എന്തായാലും വീട് മുഴുവനായിട്ട് തീ പിടിക്കുകയാണ്. ആ ഒരു തീയിൽപ്പെട്ട് ലെപ്പർകോൺ പൊട്ടി ചിതറിപ്പോവാണ്. അതിന്റെ ആ ഒരു രക്തവും ജലൊക്കെ ആയിട്ട് ഒരു പച്ച നിറാണ്. അത് ഇവരുടെ എന്താ പറയാ മോത്തന്നെ വന്ന് വീഴുന്നുണ്ട്. എന്തായാലും വെടിയും പൂരൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കമ്മിറ്റിക്കാരെത്തുന്നത്. പോലീസുകാർ വന്നു അസ് യൂഷ്വൽ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. രണ്ടുപേര് മാത്രം ബാക്കിയെ ലൈലയും കേറ്റും. എന്തായാലും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ആ ഒരു സമാധാനത്തിൽ ഇവർ ഈ ഒരു നാടെന്നെ വിട്ടു പോവാണ്. എന്നാൽ ഇവിടെ വേറൊരു കാര്യം ഉണ്ടായി. ഇവര് കത്തിച്ചു കളഞ്ഞ ലെപ്പർകോൺ അവന്റെ ആ ഒരു തൊപ്പിക്ക് മാത്രം ഒന്നും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തൊപ്പിയിലൂടെ ലെപ്പർകോൺ വീണ്ടും ഉണ്ടായിട്ട് വരികയാണ്. അതിലൂടെ പോകുന്ന ഏതോ ഒരു കോഴി വണ്ടിയിൽ കൈ നീട്ടി കയറിയിട്ട് അവൻ എന്റെ ബേക്കിൽ എങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ മുഖത്ത് ആ ഒരു പ്രതികാര ബുദ്ധി നമുക്ക് കാണാൻ കഴിയും. രണ്ടുപേരെയും തേടി പിടിച്ച് കൊല്ലാനായിട്ട് വീണ്ടും അവരെ തേടിക്കൊണ്ട് ലെപ്പർകോൺ അവരുടെ സ്ഥലത്തേക്ക് പോവാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കഥയല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.